ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പം നമ്മൾ ഓർക്കാട്ടേരി ചന്തയിലേക്കാണ് ഈ പോകുന്നത്. ഭയങ്കര തിരക്കായിരുന്നു. എന്താ പറയുക, ഒരു സൂചി വീണാൽ കാണാൻ പറ്റില്ല, അത്രക്കും തിരക്കായിരുന്നേ. അങ്ങനെ ഇങ്ങനെ നടന്നിട്ട് പോകുമ്പോൾ ബലൂണും അങ്ങനെ പല സാധനങ്ങളും കാണുന്നുണ്ട്. അപ്പോൾ അവനോട് ആദ്യമേ പറഞ്ഞു വരുമ്പോൾ വാങ്ങിത്തരേന്നെല്ലാം പറഞ്ഞ് സമാധാനിപ്പിച്ച് അച്ഛനിങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇവനിങ്ങനെ ഓരോ സാധനം ഇങ്ങനെ നോക്കുന്നുണ്ട്. അച്ഛ അത് നോക്ക്, ലൈറ്റ് കത്തുന്ന ബലൂണ് നോക്ക് എന്നെല്ലാം പറഞ്ഞിട്ട്. പിന്നെ ഇങ്ങനെ ഫുഡ് ഐറ്റംസിനോടൊന്നും അവന് വലിയ താല്പര്യമൊന്നുമില്ലേ. അങ്ങനെ കാറ് കണ്ടപ്പം പറഞ്ഞു അതിൽ കയറണം എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ആ കയറിക്കോ മോനെ എന്ന് പറഞ്ഞിട്ട് എന്നാ കാറിൽ കയറ്റി. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഓനെ എപ്പോൾ എക്സിബിഷനിൽ കൊണ്ടുപോയാലും ഓനിങ്ങനത്തെ കാറ്, ട്രെയിൻ അതിലെല്ലാം കയറാൻ ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ അതിൽ കയറിയിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഓടിക്കുന്ന പോലെല്ലാം ആക്കുന്നെല്ലാം ഉണ്ട്. ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ അതെന്നാ പോവാത്തേന്നല്ല ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ പറഞ്ഞു ഇപ്പോൾ പോവും മോനെ എന്നെല്ലാം പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നെ അവിടെ ഒരു കൃഷ്ണനെ കണ്ടില്ല. അപ്പോൾ പറഞ്ഞു കൃഷ്ണനുണ്ട്, കൃഷ്ണൻ്റെ കാറാന്നെല്ലാം പറഞ്ഞു. അങ്ങനെ ഏട്ടനെ വീട്ടിലെടുക്കുമ്പോൾ എന്തോ ഒരു ചിരി ചിരിക്കുന്നതാണ് നീ കാണുന്നത്. അങ്ങനെ ഇവനിതാ കാർ ഓടിക്കുന്നുണ്ട്. ബാക്കി എല്ലാ കുട്ടികളും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇവൻ ഇങ്ങനെ കാർ ഓടിക്കുന്ന തിരക്കില്ല. കുറച്ച് സമയമേ ഓടിച്ചിട്ടുള്ളൂ. പിന്നെ പറഞ്ഞ് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ് ആയിട്ടില്ല ഇറങ്ങാമെന്നെല്ലാം പറഞ്ഞ് സമാധാനിപ്പിച്ച് കുറച്ച് പൈസ കൊടുത്തല്ലേ അത് മുതലാക്കണ്ടേന്ന് വെച്ചിട്ട് കുറച്ച് സമയം അവിടെ ഇരുത്തി. പിന്നെ പറഞ്ഞു ട്രെയിനിൽ കയറണം. അങ്ങനെ ചെറിയ ട്രെയിനിൽ കയറണം എന്ന് പറഞ്ഞിട്ട് ഞാനും മോനും കൂടിയിട്ട് കയറി. അങ്ങനെ ടാറ്റ ബൈ ബൈ എന്നെല്ലാം പറയുന്നുണ്ട്. അന്നേരം ഏട്ടനെ കാണുമ്പോൾ ഇവൻ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ ടാറ്റയെല്ലാം പറയുന്നെല്ലാം ഉണ്ട്. അപ്പം ഞാൻ ഏട്ടനോട് പറഞ്ഞു ഏട്ടൻ കയറിക്കോന്ന്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു വേണ്ട നീയും മോനും കയറിക്കോന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനും മോനും കയറിയതാണ്. പിന്നെ ഇവൻ കൈവായിലിടുമ്പോൾ ഞാൻ കൈവായിലിടല്ലേ മോനെ എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ കൈയെല്ലാം വായിന്നെടുത്ത് പിന്നെ ഐസ്ക്രീം കാണുന്നുണ്ട്. ഐസ്ക്രീം വാങ്ങിക്കൊടുക്കാനും പറ്റില്ല, കാരണം ഡിസ്ചാർജ് ആയിട്ട് 2-3 ദിവസമേ ആയിട്ടുള്ളൂ. അങ്ങനെ വിഷയമെല്ലാം മാറ്റി പിന്നെ പറഞ്ഞ് വലിയ ട്രെയിനിൽ കയറണം എന്നാ. അങ്ങനെ നമ്മൾ 3 കൂടിയിട്ട് വലിയ ട്രെയിനിലെല്ലാം കയറി. ഇവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ട്രെയിനിൽ പോകാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ ഇപ്രാവശ്യം കയറിയ ട്രെയിനിലാണെങ്കിൽ സ്പീഡ് കുറവായിരുന്നു. പക്ഷേ അതൊന്നും അവനൊരു പ്രശ്നമല്ലല്ലോ. ഇവൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. നോക്കമ്മേ അത് നോക്ക്, അച്ഛാ അത് നോക്കുന്നെല്ലാം പറയുന്നുണ്ട് പുറത്തേക്ക് കണ്ടപ്പോൾ. എന്നിട്ട് ഇങ്ങനെ സന്തോഷമാണ് ഭയങ്കര. ഐസ്ക്രീം വാങ്ങിക്കൊടുത്തിട്ടില്ലല്ലോ എന്നെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഐസ്ക്രീമൊന്നും കഴിച്ചുവിടാൻ മോനേന്ന് പറഞ്ഞു. അങ്ങനെ ഏട്ടൻ വീഡിയോ എടുക്കുമ്പോൾ ഇവൻ ചിരിക്കുന്നെല്ലാം ഉണ്ട്. പിന്നെ മൈൻഡാക്കാത്ത പോലെ നിൽക്കുന്നു, വലിയ ജാടയാക്കുന്നെല്ലാം ഉണ്ട്. അങ്ങനെ ട്രെയിനിൽ കയറിയപ്പം പറയുന്നുണ്ട് ഇത് അന്ന് കയറി അത്ര സ്പീഡില്ലല്ലോ എന്നെല്ലാം പറയുന്നുണ്ട് ഇങ്ങനെ. പിന്നെ നമ്മൾ കയറിയത് മരണക്കിണർ. എൻ്റെ മക്കളെ, മരണക്കിണർ എന്ന് പറഞ്ഞാൽ ഇതാണ് ശരിക്കുള്ള മരണക്കിണർ. പെണ്ണുങ്ങളെല്ലാം കിടന്നും ഇരുന്നെല്ലാം കാറെല്ലാം ഓടിക്കുന്നത്. പിന്നെ ഇതിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് പേടിയുണ്ട്. അത് മുകളിലിങ്ങനെ നിർത്തിയിടുന്നുണ്ട് തലയാറ്റം ചുറ്റിയെങ്കിലോ. പിന്നെ കയറാനും നിന്നിട്ടില്ല, കാരണം ഇവനെ ഇവിടെ ആക്കാനൊന്നും കഴിയില്ലല്ലോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കോളിഫ്ലവറാണ് വാങ്ങിയത്. ചന്തക്കുന്ന് മോനെ ഒരു ആനനെയാണ് വാങ്ങിക്കൊടുത്തത്. പക്ഷേങ്കിൽ ഇവൻ ചന്ത മൊത്തം കറങ്ങി നോക്കിന് എന്നാ വേണ്ടേന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.